തീരമില്ലാത്ത ലോകത്തിലെ ഒരേ ഒരു കടലാണ് സർഗാസോ. ഭൂമിയിൽ കരയുമായി അതിർത്തി പങ്കിടാത്ത തീരങ്ങളില്ലാത്ത കടലാണ് സർഗാസോ സീ. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ നടുവിലായാണ് ഈ വിചിത്ര കടൽ സ്ഥിതി ചെയ്യുന്നത്. മറ്റെല്ലാ കടലുകൾക്കും ഏതെങ്കിലും വശത്ത് കരയോ തീരമോ ഉണ്ടാവാറുണ്ട്. എന്നാൽ സർഗാസോ കടലിന് ചുറ്റുമുള്ള 4 വശങ്ങളിലും സമുദ്രജല പ്രവാഹങ്ങൾ അഥവാ ഓഷൻ കറൻസ് ആണുള്ളത്. ഈ പ്രവാഹങ്ങൾ ഒരു വലിയ വട്ടം പോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ അതിനുള്ളിലെ ജലം ശാന്തമായി നിലകൊള്ളുന്നു. ഒരു അദൃശ്യമായ അതിർത്തിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്ന സമുദ്രഭാഗം എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം. സർഗാസം എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം തവിട്ട് നിറത്തിലുള്ള പായലുകൾ ഈ കടലിൽ സമൃദ്ധമായി കാണപ്പെടുന്നു. ഈ പായലുകൾ വെള്ളത്തിന് മുകളിൽ വലിയ ഒരു പരവതാനി പോലെ പടർന്നു കിടക്കും. 15-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് നാവികരാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. മുന്തിരിപ്പഴം പോലെയുള്ള കുമിളകൾ ഈ പായലിൽ കണ്ടതുകൊണ്ടാണ് മുന്തിരി എന്നർത്ഥം വരുന്ന സർഗാസോ എന്ന പേര് ഇവർ ഇതിന് നൽകിയത്. ക്രിസ്റ്റഫർ കൊളംബസ് തൻ്റെ ആദ്യ സമുദ്രയാത്രയ്ക്കിടെ ഈ ഭാഗത്ത് എത്തിപ്പെട്ടിരുന്നു. കാറ്റില്ലാതെ ശാന്തമായ ഈ കടലിൽ കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന പായലുകൾ കണ്ടപ്പോൾ കപ്പൽ കരയോടടുക്കുകയാണ് എന്ന് അദ്ദേഹം കരുതി. എന്നാൽ ആഴ്ചകളോളം പായലുകൾക്കിടയിൽ കപ്പൽ കുടുങ്ങിക്കിടന്നത് അന്ന് നാവികരെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. വടക്ക് വശത്ത് ഗൾഫ് സ്ട്രീം, കിഴക്ക് കാനറി കറണ്ട്, തെക്ക് നോർത്ത് ഇക്വറ്റോറിയൻ കറണ്ട്, പടിഞ്ഞാറ് അറ്റ്ലാന്റിസ് കറണ്ട് എന്നിവയാണ് ഈ കടലിൻ്റെ അതിരുകൾ. സമുദ്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് ഇവിടുത്തെ വെള്ളത്തിന് നല്ല തെളിച്ചവും കടും നീല നിറവുമാണുള്ളത്. ഈ ഭാഗങ്ങളിൽ കാറ്റ് വളരെ കുറവായതിനാൽ പണ്ട് പായലുകൾക്കിടയിൽ കപ്പൽ മാസങ്ങളോളം കുടുങ്ങിക്കിടക്കുമായിരുന്നു. അതിനാൽ ഇതിനെ കടലിലെ മരുഭൂമി എന്നും വിളിക്കാറുണ്ട്. തീരമില്ലെങ്കിലും ടർട്ടിലുകൾ, കൊഞ്ച്, നൂറുകണക്കിന് മത്സ്യങ്ങൾ എന്നിവയ്ക്ക് ഈ പായൽക്കാടുകൾ ഭക്ഷണവും സുരക്ഷിതമായ താമസവും ഒരുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈൽ മത്സ്യങ്ങൾ മുട്ടയിടുവാനായി ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടെ എത്താറുണ്ട്. നിർഭാഗ്യവശാൽ സമുദ്ര പ്രവാഹങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ ഈ ശാന്തമായ ഭാഗത്തേക്ക് എത്തിക്കുന്നതിനാൽ ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാസ്റ്റിക് ശേഖരം ദ ഗ്രേറ്റ് അറ്റ്ലാന്റിക് ഗാർബേജ് പാച്ച് രൂപപ്പെടുന്ന ഒരിടമായി സർഗാസോ കടൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.